നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും കൂട്ടരും റോഡിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടായ സംഭവത്തിൽ ഡ്രൈവർ യദുവിന്റെ ജോലി പോകാൻ സാധ്യത. നിലവിൽ ഇയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. സ്ഥിര ജീവനക്കാരുടെ ഒഴിവിൽ ജോലി ചെയ്യുന്നയാളാണ് ഡ്രൈവർ യദു. മേയറെ സംരക്ഷിക്കാനും തെളിവുകളെല്ലാം മൂടിവെച്ച് ഡ്രൈവർക്കെതിരെ കുറ്റം ചുമത്താനുമാണ് പാർട്ടി അടക്കമുള്ളവരുടെ ശ്രമം. അതേസമയം മേയർ ആര്യ രാജേന്ദ്രന്റെ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ട് ഡ്രൈവറുടെ ഭാഗത്തല്ല പിഴവ് എന്ന തരത്തിലുള്ള തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ബസ്സിലെ യാത്രക്കാരും ഡ്രൈവർക്ക് അനുകൂലമാണ്. എന്നാൽ മേയറും സംഘവും KSRTC ബസ് തടഞ്ഞു നിർത്തിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും സൂചിപ്പിക്കുന്ന ക്യാമറ ദൃശ്യങ്ങൾ വലിയ തെളിവാണ്. തിരുവനന്തപുരം ഡിപ്പോയുടെ RPC 101 എന്ന KSRTC ബസ്സിൽ 3 ക്യാമറകളാണ് ഉള്ളത്. തെളിവുകളെല്ലാം ഈ ക്യാമറയിലുണ്ട്. ഒരാഴ്ച ദൃശ്യങ്ങളൊക്കെ സൂക്ഷിക്കാനാവും. അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് മേയർ ഉന്നയിച്ച ആരോപണമടക്കം തെളിയിക്കാൻ ഈ ദൃശ്യങ്ങളോട് സാധിക്കും. ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കാനും ശ്രമം നടക്കുന്നതായാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, യാത്രക്കാരും മറ്റും എടുത്തിരിക്കുന്ന വീഡിയോ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും പരിശോധിക്കാൻ അധികൃതർക്ക് യാതൊരു താല്പര്യവും ഇല്ലെന്ന് വേണം കരുതാൻ. ഈ ദൃശ്യങ്ങളൊന്നും പരിശോധിക്കേണ്ടെന്നും ഒന്നും പുറത്തുവിടേണ്ടെന്നുമാണ് നിലവിൽ KSRTCക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. മേയറെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവറെ കുറ്റക്കാരനാക്കി കേസ് അവസാനിപ്പിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. സംഭവത്തിൽ KB ഗണേഷ് കുമാർ ഇടപെട്ട് അന്വേഷണം നടത്തി യാത്രക്കാരിൽ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു. ആരും ഡ്രൈവറെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിജിലൻസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിനടുത്ത് വെച്ചാണ് തന്റെ കാറിന് കടന്നുപോകാൻ സ്ഥലം നൽകിയില്ലെന്നാരോപിച്ച് മേയറും KSRTC ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത്.